കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിൽ നിന്നും യുവാവ് കായലിൽ ചാടി. പോലീസും അഗ്നിരക്ഷാസേനയും ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നുമുണ്ട്. ഷാബാസ് അഹമ്മദ് സ്ഥലത്തുണ്ട്. ഷാബാസ്, എപ്പോഴാണ് യുവാവ് പാലത്തിൽ നിന്നും കായലിൽ ചാടിയത്? അവിടെ തിരച്ചിൽ നടക്കുകയല്ലേ? പിന്നെ എന്താണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്? കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിൽ നിന്ന് ഇന്ന് 7:30യോടെയാണ് യുവാവ് ഈ കായലിലേക്ക് ചാടിയത്. ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ്. പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും അവർ ആവശ്യമായ ഉപകരണങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന പരാതിയാണ് ഇവർ പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ടപ്പോൾ? ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇത്ര നേരം കിടന്ന് വായിട്ട് അലച്ചിട്ട് 2.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ തീർത്തും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുഴയിൽ ഒരു വഞ്ചി പോലും ഞങ്ങൾ ഒരു അതോറിറ്റിയുടെ വഞ്ചി വള്ളങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ പയ്യന് 7 മണി 7:15 ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളിവിടെ 7:45 ശേഷം വന്ന ആളുകളാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ അപകടം നടന്നിട്ട് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ സിസ്റ്റം കൊണ്ട് പൊളിഞ്ഞിരിക്കുന്നത്. ഫയർഫോഴ്സ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അവരുടെ ആൾക്കാരും ഉണ്ടായിരുന്നു, 10-15 പേരും ഉണ്ടായിരുന്നു. ഈ 2 മണിക്കൂറായിട്ട് അവർ പാലത്തിന്റെ മുകളിൽ തന്നെ നിൽക്കണമായിരുന്നു. ഞങ്ങളിത് ഇപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ സ്കൂബ ടീം എത്തിയിട്ടില്ല, ഇതാണെന്ന് പറയും. ഈ വെള്ളത്തിലൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും എക്യുപ്മെന്റുമായിട്ടല്ല ഇങ്ങോട്ട് ലോഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ വണ്ടിയായിട്ടാണ് വന്നേക്കണത്. വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി 12 മീറ്റർ താഴ്ചയുള്ള കായലിൽ ഇറങ്ങാനായിട്ട് വണ്ടിയായിട്ട് വന്നേക്കണം ഇവിടെ. അതുകൊണ്ടാണ് നാട്ടുകാരെ പ്രതിഷേധിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്. ഈ 2.5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവൂലേ? ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിന് ഈ സിസ്റ്റം ഈ 2.5 മണിക്കൂറായിട്ട് ഇതൊന്നും നടന്നിട്ടില്ല ഇവിടെ. അവരെന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഇതിൻ്റെ അകത്ത്. വലിയ പ്രതിഷേധം. നിലവിലെന്താ അവസ്ഥ? നിലവിൽ വഞ്ചി ഇറക്കിയിട്ടുണ്ട്? ഒന്നും ഇറക്കിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഒന്നും നിങ്ങൾക്ക് കാണാലോ, കായലിൽ എന്തെങ്കിലും തരത്തിലൊരു വെള്ളം ഉണ്ടാ? സാധാരണ വെള്ളം ഇറക്കി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രത്തോളം അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ഇപ്പൊ തുഴഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ഇത് മോട്ടറൈസ്ഡ് ബോട്ട് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആങ്കർ ഇട്ട് നിർത്തണം. ഇത് ഞാൻ അപ്പുറത്തെ കൗൺസിലറാണ്. ഞങ്ങളുടെ ഡിവിഷനിൽ ഇതുപോലെ 2-3 ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ആങ്കർ ഇട്ട് സ്കൂബ ടീം വന്നിട്ട് അവർ ആങ്കർ ഇട്ട് നോക്കിയിട്ടാണ് ആളെ തിരിച്ചെടുത്തത്. സ്മൃതി, അതാണ് ഈ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന പരാതിയാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അത്തരത്തിൽ അതുകൊണ്ടാണ് നാട്ടുകാർ ഒരു റോഡ് ഉപരോധത്തിലേക്ക് അടക്കം കടന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവന്നില്ല, അവർ തിരച്ചിൽ കാര്യക്ഷമമായി നടത്തുന്നില്ല എന്ന പരാതിയാണ് പ്രധാനമായും. വൈകിയാണ് അഗ്നിരക്ഷാസേന എത്തിയത്, തിരച്ചിൽ സേന എത്തിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. വേണ്ട ഉപകരണങ്ങളുമാകാതെയാണ് അവരെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്ന പരാതി.